ഓരോ തവണയും തന്നിലേക്ക് അവൻ ആളിപ്പടർന്നു കയറുമ്പോഴും പവിത്രയ്ക്ക് എതിർക്കുവാനായില്ല. വിവാഹിതന് ഒരു കുഞ്ഞിന്റെ പിതാവുമെന്ന വിവരം മറച്ചുവെച്ചായിരുന്നു ഗൗതമിന്റെ പരിചയപ്പെടൽ. പക്ഷേ മറച്ചുവെച്ചതിലപ്പുറം അറിയുവാൻ അവൾ ശ്രമിച്ചിരുന്നില്ല എന്ന കുറ്റബോധം പവിത്രയെ ഇടയ്ക്കിടെ അലട്ടിയിരുന്നു. ഇന്ന് ആദ്യ തവണയല്ല ഗൗതവുമായി ഒന്നു ചേരുന്നത്. എത്രയെത്ര തവണകളായി അവനെ മറക്കണമെന്ന് പലവട്ടം ചിന്തിച്ചിരുന്നു. ചിലപ്പോഴെല്ലാം അവളുടെ മനസ്സിലേക്ക് പാവം പിടിച്ച ഒരു പെണ്ണും കുഞ്ഞും കടന്നു വന്നിരുന്നു. ബാത്റൂമിൽ നിന്നും ശീതീകരിച്ച മുറിയിലേക്ക് വന്നപ്പോൾ അവളുടെ ശരീരം തണുത്തു വിറച്ചു. പാതി മറച്ച അവളുടെ ശരീരത്തെ അവൻ്റെ കാമക്കണ്ണുകൾ കൊത്തിവലിച്ചു. വശ്യമായ ചിരിയാലെ അടുത്തു വന്നപ്പോഴേക്കും തന്നിലേക്ക് അവളെ അവൻ വലിച്ചടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് പെണ്ണെ, നീ എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നത്? അവൾ ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ചുവന്നു തൊടുത്ത അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് അവൻ മിഴികളെ മെല്ലെ അടപ്പിച്ചു. പെട്ടെന്നവൾ ഉറക്കത്തിൽ നിന്നുണരും പോലെ മിഴികൾ തുറന്നു. ഗൗതം, ഒരു കാര്യം ചോദിക്കട്ടെ? ദീർഘകാലമായി മനസ്സിൽ നീറുന്ന ചോദ്യങ്ങളുടെ തുടക്കമായിരുന്നു അത്. അവളുടെ അധരങ്ങളിലേക്ക് ആർത്തിയോടെ അടുത്ത അവൻ എന്തെന്ന ഭാവത്തിൽ നോക്കി. ഭവി, നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നോട് എന്തു വേണമെങ്കിലും ചോദിക്കാമെന്ന്. അവൻ്റെ സ്വരം നന്നേ താണിരുന്നു. വീണ്ടും അവളുടെ അധരങ്ങളിലേക്ക് അവൻ അടുത്തപ്പോൾ വിരലിനാൽ അവൾ തടുത്തു. എപ്പോഴെങ്കിലും ഗൗതം ഭാര്യയോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, എന്തിനു മോഹിപ്പിക്കുന്നുവെന്ന്? പെട്ടെന്നുള്ള അവളുടെ ആ ചോദ്യത്തിൽ അവൻ ഞെട്ടി. മുഖത്തെ ചിരി മാഞ്ഞു. പവി, താനെന്തിനാ ഇങ്ങനെയുള്ള ഇറിറ്റേറ്റഡ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അവൾ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. അവിടെ ആ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവില്ലല്ലോ അല്ലേ? താലി എന്ന ഇത്തിരി പൊന്നുകൊണ്ട് ബന്ധിച്ചിരിക്കുന്ന അവിടെ എന്ത് ചോദ്യം, എന്തുത്തരം അല്ലേ ഗൗതം? പവിത്ര, അവൻ്റെ ശബ്ദം ഉയർന്നു. അതെ ഗൗതം, ഞാൻ തന്നെയാണ് ഈ പറയുന്നതെല്ലാം. ഒരു വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. അറിയാതെ അല്ല, അല്ല, അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും. വാക്കുകൾ കിട്ടാതെ ചുണ്ടുകൾ വിറകൊണ്ടു. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. പവി, നീ ഇപ്പോൾ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നത്? അവളെ തഴുകി അവൻ്റെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇന്ന് നമ്മുടെ അവസാന കണ്ടുമുട്ടലാണ് ഗൗതം. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പവി, നീ എന്തൊക്കെ വട്ടാണ് ഈ പറയുന്നത്? അവൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. മടുത്തു ഗൗതം, ഈ ഒളിച്ചുള്ള ജീവിതം. ഓരോ മുന്തിയ ഹോട്ടലുകളിൽ, ഇതുപോലെ ശീതീകരിച്ച റൂമിൽ. നീ ഫ്രീ ആകുമ്പോഴെല്ലാം നമ്മുടെ സുഖത്തിനായി. വേണ്ട ഗൗതം, ഇനി അങ്ങനെ വേണ്ട. വിങ്ങിപ്പൊട്ടുന്ന മനസ്സിനെ വീണ്ടും അവൾ നിയന്ത്രിച്ചു. തിരിഞ്ഞ് ഗൗതമിൻ്റെ മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു, നിനക്കെന്നെ വിവാഹം കഴിക്കാൻ സാധിക്കുമോ? നമുക്കൊരു കുടുംബമായി ജീവിക്കാൻ സാധിക്കുമോ? പറയൂ ഗൗതം, പറയൂ. മറുപടിയൊന്നുമില്ലാതെ അവളിൽ നിന്ന് നോട്ടം പിൻവലിച്ച് മുഖം താഴ്ത്തി. കുറച്ചു മുൻപ് വരെ സ്നേഹവും കാമവും കൊണ്ട് വാക്കുകൾ നിറച്ച അവനെ നോക്കി വീണ്ടും അവൾ പൊട്ടിച്ചിരിച്ചു. ഉറക്കെ ഉറക്കെ. പിന്നീട് അതൊരു കരച്ചിലായി അലയടിച്ചു. ബെഡിൽ ചെന്നിരുന്ന് മുഖം പൊത്തിയവൾ പൊട്ടിക്കരഞ്ഞു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.